നമസ്കാരം. തുഞ്ചൻ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ക്രമക്കേട് കണ്ടെത്തിയതായി സൂചന. കലാമാമാങ്കത്തിന് ആയുർവേദത്തിന്റെ നാട്ടിൽ തിരശ്ശീല വീണു. തലക്കാട് സ്വകാര്യ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ വാളുകൾ കണ്ടെത്തി. തിരൂർ നഗരസഭയിൽ കാണാതായ ഫയൽ പറന്നെത്തി. കൊറിയറിലാണ് കാണാതായ ഫയൽ എത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ക്രമക്കേട് കണ്ടെത്തിയതായി സൂചന. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റിംഗിൽ വ്യാപകമായ അപാകതകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് വിഭാഗം പഞ്ചായത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. മലപ്പുറത്തു നിന്നുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പരിശോധന ബുധനാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടുനിന്നു. റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശമുള്ള പട്ടണനടക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സ്, സാംസ്കാരിക നിലയം എന്നിവ സംഘം സന്ദർശിച്ചു. മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ട്രാക്ടറുകളുടെ അവശിഷ്ടങ്ങൾ കമ്മ്യൂണിറ്റി ഹാളിന് പിറകുവശത്തു നിന്നും വിജിലൻസ് സംഘം കണ്ടെടുത്തു. പട്ടണനടക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ മൊഴിയെടുക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. അടച്ചിട്ട മുറിയിൽ വ്യാപാരികളുമായി സംഘം ചർച്ച നടത്തി. പഞ്ചായത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതായാണ് സൂചന. അതേസമയം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കലാമാമാങ്കത്തിന് ആയുർവേദത്തിന്റെ നാട്ടിൽ തിരശ്ശീല വീണു. 5 ദിവസമായി നടന്ന ജില്ലാ സ്കൂൾ കലാമേള ജനകീയ മേളയായി മാറി. 5 ദിവസം കോട്ടയ്ക്കൽ ആഹ്ലാദാരവങ്ങളിൽ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കോട്ടയ്ക്കൽ രാജാസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദിയായപ്പോൾ കോട്ടയ്ക്കലിന്റെ സഹൃദയ മനസ്സ് മേളയെ അക്ഷരാർത്ഥത്തിൽ നെഞ്ചേറ്റുകയായിരുന്നു. ആടിയും പാടിയും വിദ്യാർത്ഥി പ്രതിഭകൾ കഴിവ് മാറ്റുരച്ച മേള സമാനതകളില്ലാത്ത ചരിത്രമായി. ശാസ്ത്രീയ പരമ്പരാഗത ഇനങ്ങളുടെ മത്സരം മികച്ച നിലവാരം പുലർത്തി. മേളയിലുടനീളം തിളങ്ങിയത് റിയാലിറ്റി ഷോ താരങ്ങളായിരുന്നു. ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെ മറികടന്ന പ്രതിഭകളുടെ പ്രകടനങ്ങളും ശ്രദ്ധേയവും മികവുറ്റതുമായി. അപ്പീൽ മുഖാന്തരവും നിരവധി പേർ മത്സരത്തിനെത്തിയിരുന്നു. മേള രക്ഷിതാക്കൾ കൈയടക്കാതിരിക്കാനും സംഘാടകർ പ്രത്യേകം ശ്രമിച്ചു. ഭക്ഷണ വിതരണവും മറ്റും താളപ്പഴകളില്ലാതെ നടന്നു. വ്യാഴാഴ്ച രാത്രി മത്സരങ്ങൾ തുടരുകയാണ്. വെള്ളിയാഴ്ചയെ വിജയികളെ അറിയാനാകൂ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത് ഓമനിച്ച് താലോലിക്കാൻ നിങ്ങളെ അമ്മമാരെ നിങ്ങൾക്ക് ഞാനവേ ഒറ്റമ്മയായുമല്ല ഒരു ഭൂതമായി തന്നെ ആർക്ക് ആരോട് എങ്ങനെ നന്ദി നമസ്കാരം. അതിനെ വട്ടമിട്ട് കുറുവാരോമാർക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് പീഡനമെന്ന്. അത് പിന്നെ മാഡത്തിനെ വട്ടമിട്ടു നിന്നവരിൽ ആരോ വള്ളം കളിക്ക് മാർക്കിട്ടതാകുമെന്നാണ് ഞങ്ങളുടെ ലേഖകർ പറയുന്നത്. അയ്യേ മനുഷ്യനെ ഈ TV ഒന്ന് ഓഫ് ചെയ്ത്. പുറത്തൂരിൽ വില്ലേജ് ഓഫീസറെ ആക്രമിച്ച മണൽ മാഫിയക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട തിരൂരിൽ ജീവനക്കാർ പ്രകടനം നടത്തി. പുറത്തൂർ വില്ലേജ് ഓഫീസറെയും ജീവനക്കാരനെയും മണൽ മാഫിയ ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തിയത്. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരം NGO ജില്ലാ പ്രസിഡന്റ് TM ഋഷികേശൻ ഉദ്ഘാടനം ചെയ്തു. K സുനിൽകുമാർ, ഗോപാലകൃഷ്ണൻ, NP സലീം, സാദിഖ് അലി, AK പ്രവീൺ, അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ജീവനക്കാർ പങ്കെടുത്തു. പലപ്പോഴും പോലീസിൻ്റെ ഒന്നും സംരക്ഷണമില്ലാതെ
അർദ്ധരാത്രിയും അതുമാതിരി സമൂഹത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഇത് ഇവിടെ സൂചിപ്പിച്ച പോലെ കുറഞ്ഞ കാലം ഈ പ്രവണത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മാതൃകാപരമായി ശിക്ഷ ലഭിക്കാത്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത് ആവർത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇതിനു മുന്നേയും വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അന്നെല്ലാം നമ്മൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവനക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. പക്ഷേ ഇത്തരക്കാർക്ക് മാതൃകാപരമായി ശിക്ഷിക്കാൻ ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത്. പെട്രോൾ ഡീസൽ വില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ചക്രസ്തംഭനം നടത്തി. തിരൂരിൽ ഡിവൈഎഫ്ഐ സിറ്റി ജംഗ്ഷൻ ഉപരോധിച്ചു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ചക്രസ്തംഭനം സംഘടിപ്പിച്ചത്. തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ സിറ്റി ജംഗ്ഷനിലാണ് ചക്രസ്തംഭനം സംഘടിപ്പിച്ചത്. കിഴക്കേ അങ്ങാടിയിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് താഴെപ്പാലം ചുറ്റിയാണ് പ്രവർത്തകർ സിറ്റി ജംഗ്ഷനിലെത്തി ഉപരോധ സമരം സംഘടിപ്പിച്ചത്. സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സിഒ ബാബുരാജ് അധ്യക്ഷനായി. പി ജിഷി സ്വാഗതവും ഇ ഹാഫില നന്ദിയും പറഞ്ഞു. സമരത്തിന് കെ പി ഷാജിത്ത, കെ രാഗേഷ്, കെ യൂസഫ്, പി അലി അക്ബർ, കെ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ എണ്ണ കമ്പനികളും പെട്രോൾ പമ്പിലൊക്കെ തന്നെ നമ്മൾ കൂടിയ വിലക്കാണ് പെട്രോൾ വാങ്ങിയിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ക്രമാതീതമായി മറ്റു ലോകരാജ്യങ്ങളെ പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വില കുറയുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു സമരം സംഘടിപ്പിക്കാൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചത്. ഈ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലുള്ള സമരം നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പ്രധാന കാരണം എന്താ? ഇത് എണ്ണ കമ്പനികൾക്ക് അവർക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കഴിഞ്ഞ UPA സർക്കാരും ഇപ്പോഴത്തെ NDA സർക്കാരും കൊടുത്തപ്പോൾ ക്രൂഡ് ഓയിലിന് വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ കുറയുന്നതിന് പകരം ഈ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ മോഡി നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെൻറ്റും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ. പുറത്തൂരിൽ 100 മേനി വിളവ് കൊയ്ത കുടുംബശ്രീ കൂട്ടായ്മ. പള്ളിക്കടവിൽ വിളവെടുപ്പ് ആഘോഷമായി. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കൂട്ടായ്മയായ സുകന്യയുടെ സംഘകൃഷി വിളവെടുപ്പാണ് പള്ളിക്കടവിൽ നടന്നത്. 1 ഏക്കർ നെല്ലും 20 സെന്റിൽ നട്ട മഞ്ഞളിന്റെയും വിളവെടുപ്പാണ് നടന്നത്. ഇതോടൊപ്പം മരച്ചീനി, വിവിധ ഇനം പച്ചക്കറികളും സംഘം കൃഷി ചെയ്തിട്ടുണ്ട്. VN അമ്മിണി, പുഷ്പ പടനയിൽ, നാരായണി TN എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടന്നത്. വിളവെടുപ്പിന് ദേവയാനി, കാർത്യായനി, നീലി, ജാനകി, ലക്ഷ്മി, ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുറത്തൂർ പഞ്ചായത്തിലെ 12 വാർഡിൽ നിന്ന് സംഘകൃഷിക്കാരാണ്. സുകന്യ എന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ പേര്. ഞങ്ങൾ 4 വർഷത്തോളമായി കൃഷി ചെയ്യാം, നെൽകൃഷിയും വിവിധ തരം കൃഷികൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ആദ്യമായിട്ട് ഏറ്റെടുത്തത് നമ്മൾ തരിശെല്ലാം കണ്ടെത്തിയിട്ട് കൃഷി ചെയ്യുന്ന എന്നുള്ള തത്വത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിനു വേണ്ടി 10 വർഷം 12 വർഷമൊക്കെ ആയ നിലങ്ങൾ, തരിശായി കിടന്നിരുന്ന നിലങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് സ്ത്രീകൾ തന്നെ വരമ്പ് കളച്ച് കൃഷി ചെയ്തു തുടങ്ങി. ട്രാക്ടർ പൂട്ടിയിട്ട് കൃഷി ചെയ്തു തുടങ്ങിയത്. ഞങ്ങൾക്ക് നല്ല വിധത്തിലുള്ള സഹായങ്ങളാണ് കുടുംബശ്രീയിൽ നിന്നും കൃഷിഭവനിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ഈ കൃഷിക്ക് ഞങ്ങളെ ഇന്ത്യയിലേക്ക് നയിച്ചിട്ടുള്ളത്. വിവിധ തരം അലവൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മഞ്ഞൾ ഇപ്പം ഞങ്ങൾ ഈ കൃഷി ചെയ്തത് തരിശ് നിലത്തിലാണ്. അത് പടുന്നയിൽ വേലായുധ എന്നവരുടെ നിലമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 2 വർഷം കളിച്ചിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. ഇത് തീരദേശ INTUC തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് തിരൂരിൽ സ്വീകരണം നൽകി. NDA സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയാണ് INTUC ജില്ലാ കമ്മിറ്റി തൊഴിൽ സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥയ്ക്ക് തിരൂരിൽ വിപുലമായ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ മൂസ പരന്നേക്കാട് അധ്യക്ഷനായി. C ഹരിദാസ, KC കരീം മൗലവി, കല്ലായി മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് KA പത്മനാഭൻ, ചെമ്പഞ്ചേരി വിജയൻ, നൌഷാദ് പരന്നേക്കാട്, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, രാജേഷ് പരന്നേക്കാട്, MA താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. അതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1950 ജനുവരി 26
ആദ്യമായി ഇന്ത്യ രാജ്യം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാജാവായ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്ഥിതി ഈ രാജ്യത്തിലെ പലവർക്കും അറിഞ്ഞുകൂടാ. പട്ടിണിയാണ്. അരി ഉണ്ടായിരുന്നില്ല, തുണി ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല, സ്കൂളുണ്ടായിരുന്നില്ല, പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ പൈപ്പുകളും ജീവിത സൗകര്യങ്ങളൊന്നുമില്ലാതെ പട്ടിണിയുള്ളൊരു കാലഘട്ടത്തിലാണ്. വെട്ടത്തുനാട് നമ്മളൊന്ന് കൂട്ടായ്മയുടെ ചരിത്ര സമ്മേളനം 10-ന് വെട്ടം തീണ്ടാപ്പടിയിൽ നടക്കും. വെട്ടത്തുനാട് നമ്മളൊന്ന് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ചരിത്ര സമ്മേളനവും നോവൽ പ്രകാശനവും 10-ന് കാലത്ത് 9 മണിക്ക് വെട്ടം AHM സ്കൂളിലാണ് നടക്കുന്നത്. പരിപാടി പ്രശസ്ത കവി PK ഗോപി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നോവൽ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. MP കുമാരു നോവൽ ഏറ്റുവാങ്ങും. ദിൽഷ മുല്ലശ്ശേരി, കമലം, ഫൈസൽ NP, VV റഷീദാജി, ആബിദ തുടങ്ങിയവർ സംസാരിക്കും. ഫൈറൂസ് മുജാഹിർ ചടങ്ങിൽ അധ്യക്ഷനാവും. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി പഠന ക്ലാസ് നടക്കും. അറിയപ്പെടാത്ത മലപ്പുറം ചരിത്ര ഡോക്യുമെന്ററി പ്രദർശനം, ചരിത്ര സമ്മേളനം, മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ, സായാഹ്ന ഗാന സദസ്സ് തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സംരംഭമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ കേസിയാണ് ഇതിന് കേസിയുടെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരാശയം. അതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ കുറേ കാലത്തെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ പിന്നെ തുടർച്ചയായിട്ട് അദ്ദേഹം ഒരു മാസിക, വികേന്ദ്രീകരണം എന്നൊരു മാസിക അത് സ്വന്തമായിട്ടുള്ള റിസ്കിൽ തന്നെ പുറത്തിറക്കി. അതിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വെട്ടത്ത് നാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ KCക്കൊപ്പം ചേർന്നും പിന്നെ അതുപോലെ തന്നെ വെട്ടത്ത് നാട് നമ്മളൊന്ന് കൂട്ടായ്മ എന്നുള്ള ഒരു സംഘടനയായിട്ട് അത് മാറിയത്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം സാധാരണഗതിയിൽ നമുക്കറിയാം. ഒഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സെൽ രൂപീകരിച്ചു. ഒഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നബാർഡിന്റെ ആഭിമുഖ്യത്തിലാണ് കർഷക സെൽ രൂപീകരിച്ചത്. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ശശി മാസ്റ്റർ അധ്യക്ഷനായി. നബാർഡ് പ്രതിനിധികളായ ജിനീഷ്, പ്രഭിത എന്നിവർ വിശദീകരണം നടത്തി. ചടങ്ങിൽ അസ്കർ കോറാട്, ബെൻസി, ബാങ്ക് സെക്രട്ടറി ജമീല എന്നിവർ സംസാരിച്ചു. KTS ബാബു സ്വാഗതം പറഞ്ഞു. ഇപ്പം കുറഞ്ഞു വരുവാണ്. ഇപ്പം 70 ഹെക്ടർ നെൽകൃഷിയുണ്ട്, 950 ഹെക്ടേഴ്സ് തെങ്ങ് കൃഷിയുണ്ട്, പിന്നെ 150 ഹെക്ടേഴ്സ് കവുങ്ങുണ്ട്, പിന്നെ 130 ഹെക്ടേഴ്സ് വാഴ കൃഷി ചെയ്യുന്നുണ്ട്, 30 ഹെക്ടർ പച്ചക്കറിയുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്തിൽ മോസ്റ്റ്ലി എല്ലാവരും ഗൾഫ് ഓറിയൻറ്റഡ് ആണ്. ബാക്കി എല്ലാവരും മാർജിനൽ ഫാമേഴ്സാണ്. എല്ലാവർക്കും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ആണ് ഭൂമിയുള്ളത്. അപ്പോൾ ഈ ഫ്രാഗ്മെൻ്റായിട്ട് ഉള്ളവർ പാട്ടത്തിനാണ് മോസ്റ്റ്ലി എല്ലാവരും കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അധികം ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ കൃഷിയിൽ നിന്ന് എല്ലാവരും പിന്മാറുന്നത്. അപ്പോൾ ഈ ഇതുപോലത്തെ ഒരു ഫാമേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്ത് ഒരു നല്ല കാര്യമാണ്. പച്ചാട്രി റേഷൻ കടയിലെ കാർഡുടമകളുടെ റേഷൻ കാർഡ് പുതുക്കുന്നതിനുള്ള ഫോറം വെള്ളിയാഴ്ച 3 മുതൽ 7 വരെ പച്ചാട്രി ഗ്രാമബന്ധു വായനശാലയിൽ പൂരിപ്പിച്ചു നൽകും. കാർഡുടമകൾ ആവശ്യമായ രേഖകൾ സഹിതം എത്തിച്ചേരണമെന്ന് വാർഡംഗം അറിയിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകളിലെ സത്യവുമായി തുഞ്ചൻ വിഷൻ ന്യൂസ് ചാനൽ. വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാപ്റ്റേഴ്സ് തൃശൂർ, കോഴിക്കോട്, കൊച്ചി, വടകര, മഞ്ചേരി, പെരിന്തൽമണ്ണ ആൻഡ് തിരൂർ. തിരൂരിന്റെ പവിത്ര ഭൂമിയിൽ സംശുദ്ധിയുടെ പൊൻതിളക്കവുമായി പവൻ ഗോൾഡ് ഡയമണ്ട് ആൻഡ് പ്ലാറ്റിനം. Sanha Fashion, the art of dressing. Tirur, Valancheri. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം.
എംപോറിയം, ഫെഡറൽ ബാങ്കിന് സമീപം, പൂങ്ങാട്ടുകുളം, തിരൂർ. മൊബൈൽ 9745120347. Badal Jewelry, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി. എന്നും പാലിക്കുന്ന വാഗ്ദാനങ്ങളും മുറിയാത്ത സ്നേഹബന്ധവും. റഹ്മ ഗോൾഡ് സെന്റർ, ആലത്തിയൂർ. IHT കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. MIT ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, ചമ്രവട്ടം റോഡ്, ആലത്തിയൂർ. 2004 മുതൽ 2012 വരെ SSLCക്ക് 100% തുടർച്ചയായ വിജയം. MIT ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, ചമ്രവട്ടം റോഡ്. Majestic Jewelers, Gold Diamond Silver, താഴെപ്പാലം, തിരൂർ. Travel House Experience makes an expert. Apollo Gold, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ വേൾഡ് ഓഫ് സ്കൂൾ, ആലത്തിയൂർ. വിദ്യാഭ്യാസത്തെ കലാരൂപമാക്കി അവതരിപ്പിക്കുന്ന ജർമ്മൻ പഠന രീതിയാണ് വേൾഡ് ഓഫ്. മുംബൈയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര വേൾഡ് ഓഫ് കോഴ്സുകളിൽ നിന്നും പരിശീലനം ലഭിച്ച മികച്ച അധ്യാപകരാൽ നടത്തപ്പെടുകയാണ് വേൾഡ് ഓഫ് കോഴ്സുകൾ. മലബാർ വേൾഡ് ഓഫ് സ്കൂൾ, ആലത്തിയൂർ. വാർത്തകൾ തുടരുന്നു. തലക്കാടിൽ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ തുരുമ്പെടുത്ത വാളുകൾ കണ്ടെത്തി. 6 വാളുകളാണ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടാണ് തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വാളുകൾ കണ്ടെടുത്തത്. VP കൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് പറമ്പ് ഉഴുതുമറിക്കുമ്പോൾ ആദ്യം 2 വാളുകൾ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വിശദമായി നടത്തിയ തെരച്ചിലാണ് കൂട്ടിയിട്ട നിലയിൽ 4 എണ്ണം കൂടി കണ്ടെടുത്തത്. 2 അടി നീളം വരുന്നതാണ് വാളുകൾ. ഇതിന്റെ അറ്റം വളഞ്ഞവയാണ്, ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് തിരൂർ പോലീസ് വാളുകൾ കസ്റ്റഡിയിലെടുത്തു. തിരൂർ നഗരസഭയിൽ കാണാതായ ഫയൽ പറന്നെത്തി. കൊറിയറിൽ ഫയൽ എത്തിയത് കൗതുകമാകുന്നു. തിരൂർ ടൗൺ ഹാൾ വികസനവുമായി ബന്ധപ്പെട്ട 90 ലക്ഷം രൂപ ചെലവഴിക്കുന്നതിന്റെ ഫയൽ കഴിഞ്ഞ 3 മാസമായി നഗരസഭയിൽ കാണാതായിരുന്നു. നഗരസഭാ നടപടികൾ ക്രമക്കേടുണ്ടെന്ന പരാതികളുടെ പശ്ചാത്തലത്തിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയപ്പോൾ ഫയൽ കാണാതായത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായി. തുടർന്ന് കഴിഞ്ഞ ദിവസം ഫയൽ നാടകീയമായി നഗരസഭയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൊറിയറായാണ് ഫയൽ തിരികെ എത്തിയത്. ലക്ഷ്മണൻ എന്ന ഫ്രം അഡ്രസ്സിലാണ് എത്തിയത്. ഒപ്പം ഒരു വ്യാജ മൊബൈൽ നമ്പറും ഉണ്ട്. സംഭവം കൗതുകമായി മാറുകയാണ്. മാത്രമല്ല ഏറെ ദുരൂഹതകളും ഇത് ഉണർത്തുന്നുണ്ട്. വിജിലൻസ് സംഘം അടിയന്തരമായി ഫയൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണ് ഫയലിന്റെ അവിചാരിത മടക്കം. ഫയൽ കാണാതായത് നഗരസഭാ കൗൺസിലിനകത്തും പുറത്തും വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിരുന്നു. തിരുനാവായ പുത്തനത്താണി റോഡ് നവീകരണം എങ്ങും എത്തിയില്ല. വെള്ളിയാഴ്ച കുത്തുകലിൽ യൂത്ത് കോൺഗ്രസ് ഉന്തുവണ്ടി സമരം നടത്തും. തിരുനാവായ പുത്തനത്താണി റോഡ് നവീകരണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നിട്ട് 2 വർഷമായി. ഏറെ കൊട്ടിഘോഷിച്ചാണ് ചടങ്ങ് നടന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. എന്നാൽ റോഡ് നവീകരണത്തിന് യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായില്ല. ഇത് പൊതുജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർത്തി. പ്രക്ഷോഭരംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് വേറിട്ട സമരരീതിയുമായി വീണ്ടും രംഗത്തിറങ്ങുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്തുവണ്ടി സമരവും കുത്തിയിരിപ്പും നടത്തും. കുത്തുകല്ലിലാണ് സമരം നടക്കുക. യാത്രക്കാരെ ഉന്തുവണ്ടിയിൽ കയറ്റി സർവീസ് നടത്തുന്നതാകും സമരം. UDF സർക്കാരിനെതിരായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. അതേസമയം മുന്നണിക്കകത്തെ പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണ് സമരമെന്നും സൂചനയുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീരദേശ ഭവന പദ്ധതി താക്കോൽദാനം താനൂരിൽ നടന്നു. 5 പേർക്കാണ് വീട് വെച്ച് നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് തീരദേശ ഭവന പദ്ധതിയുടെ താക്കോൽദാനവും സ്നേഹതീരം പദ്ധതിയുടെ പ്രഖ്യാപനവുമാണ് താനൂർ വാഴക്കാത്തെരുവിൽ നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി താക്കോൽദാനം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ഹമീദ് മാസ്റ്റർ സ്നേഹതീരം പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു. PP മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. AK അബ്ദുൾ മജീദ, ഷബീബ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. 5 പേർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മഹത്തായ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ബാഹ്യമായ ഒരു ശക്തികളുടെയും സഹായം ഇല്ലാതെ രാജ്യത്തെ മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടെ അത് സാധ്യമാവും എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കരുതുന്നത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനവുമായി വരുന്നത് എന്താണ് കാര്യം, ഇവർക്ക് എന്താണ് അവകാശം എന്നൊക്കെ ഒരു പക്ഷേ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അഭിവാദ്യം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂടി വോട്ട് വാങ്ങി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിറമരുതൂർ പഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് 2015-16 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് KV സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. PP ഷഹർബാനു അധ്യക്ഷനായി. K ആറുമുഖൻ, KT ശശി, P ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. സെമിനാറിനിടെ ചില വാക്കുതർക്കങ്ങളും ഉണ്ടായി. 13, 14 ഈ 3 വാർഡുകളും നിങ്ങളെ LDF ഭരിക്കുന്ന വാർഡുകൾ മെമ്പർമാരുള്ളവരാണ്. അവിടെ ബഹുമാനപ്പെട്ട മെമ്പറുടെ താല്പര്യപ്രകാരമാണ് 10 ലക്ഷം രൂപ പണ്ടുവെച്ചത്. ഈ വണ്ടിക്കാരുടെ മണ്ണാട് റോഡിൽ 10 ലക്ഷം MLA ഗ്രാമീണ റോഡിൽ പണ്ടുവെച്ചത് 11 വാർഡ് മാത്രമല്ല 12 വാർഡ് സൂറാത്താല ജയിച്ച വാർഡ് കൂടി ഉൾപ്പെടുന്ന വാർഡാണ്. ഞങ്ങൾ അങ്ങനെ വിഭാഗം വെച്ചിട്ടല്ലേ പണ്ട് വെക്കുന്നത്. തിരൂർ MES സെൻട്രൽ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായ സ്നേഹസംഗമം 10-ന് നടക്കും. തിരൂർ MES സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിക്കുന്നത്. ജനുവരി 10-ന് സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി നടക്കുക. സ്നേഹസംഗമം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ വിവിധങ്ങളായ മത്സരങ്ങളും പ്രദർശനവും ഉൾപ്പെടുത്തിയതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരോക്കെ, കഥാരചന, പെയിന്റിംഗ്, ആഭരണ നിർമ്മാണം, മെഹന്തി, ശാസ്ത്രീയ നൃത്തം, പാചകം എന്നിവയിലും കായിക ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും. രക്ഷിതാക്കൾ നിർമ്മിച്ച ആഭരണങ്ങളുടെയും മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം വേദിയിൽ നടക്കും. കൂടാതെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. സ്നേഹസംഗമത്തിൽ തിരൂർ MLA C മമ്മൂട്ടി, ഡോക്ടർ KP ഹുസൈൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. മുൻ രക്ഷാകർതൃക സമിതി പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങും സ്കൂൾ വീഡിയോയുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്ന ഭാരവാഹികളായ A മൊയ്തീൻകുട്ടി, K മുഹമ്മദ് ഷാഫി, ജോസ് ജോസഫ് എന്നിവർ അറിയിച്ചു. വെട്ടം പരിയാപുരത്ത് ചോമയിൽ ട്രൈവാലി കാസിൽ പ്രവർത്തനം തുടങ്ങി. അനർഘ നിമിഷങ്ങൾ ആഘോഷഭരിതമാക്കാൻ ചോമയിൽ ട്രൈവാലി കാസിൽ തിരൂർ പരിയാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ചടങ്ങിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് P സൈനുദ്ദീൻ അധ്യക്ഷനായി. KT ജലീൽ MLA, K ശശികുമാർ, കൊടക്കാട്ട് ബഷീർ, ഫാത്തിമ മുക്കാട്ടിൽ, PT അജയ് മോഹൻ, KV മുഹമ്മദ് ഐലക്കാട് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് പൊതുവായിട്ടുണ്ടായത്. മുമ്പ് പട്ടണങ്ങളിൽ മാത്രമായിരുന്ന അവസ്ഥയെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗ്രാമങ്ങളിലാണ്. പലപ്പോഴും വീടുകളിലെ പരിമിതി, അതോടൊപ്പം തന്നെ സൗകര്യങ്ങളുടേതായ അന്തരീക്ഷം, ഏത് ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വീടിനനുബന്ധമായി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് എല്ലായിടത്തും എല്ലാ ഗ്രാമങ്ങളിലും എന്ന പോലെ തന്നെ ഇന്ന് ഇത്തരം ഓഡിറ്റോറിയങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിൽ ഇത്രയും സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഡിറ്റോറിയത്തിന്, കോൺഫറൻസ് ഹാളിന് ഒക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നത്. തിരൂർ ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ കലോത്സവം 2015 11-ന് 6:30 തിരൂർ GMUP സ്കൂളിൽ നടക്കും. ഗാനവീജികൾ, സംഗീത വിരുന്നും അരങ്ങേറും. തിരൂരിനും താനൂരിനും യാത്രാമധ്യേ പണവും രേഖകളും അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 8129010187 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന, ക്രമക്കേട് കണ്ടെത്തിയതായി സൂചന. കലാമാമാങ്കത്തിന് ആയുർവേദത്തിന്റെ നാട്ടിൽ തിരശ്ശീല വീണു. തലക്കാട്
സ്വകാര്യ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ വാളുകൾ കണ്ടെത്തി. തിരൂർ നഗരസഭയിൽ കാണാതായ ഫയൽ പറന്നെത്തി. കൊറിയറിലാണ് കാണാതായ ഫയൽ എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.